അപ്പോൾ എല്ലാവർക്കും പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു താളിയുടെ റെസിപ്പിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. താളി എന്ന് പറയുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടും മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടിയിൽ തന്നെ ഈ താരൻ അകാരം നിറയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് വേണ്ടിയിട്ടും ഒരു നല്ലൊരു താളിയുടെ റെസിപ്പിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ താളി ഉണ്ടാക്കുന്നത് ഞാനല്ല, അമ്മയാണ് കേട്ടോ. അമ്മ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ ഈ താളി ആണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ചെമ്പരത്തിയില, കായ്തോന്നി, ചെമ്പരത്തിപ്പൂവ്, മൈലാഞ്ചി, നവരയില ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ആയിട്ട് ഇങ്ങനെ പുറത്തോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നവരയിലൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ട് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വളരെ ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ലൈക്കും കമൻറ്റും ഒക്കെ ഇടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പറിച്ച് എടുക്കുക. അപ്പോൾ ഏതാണ്ട് എല്ലാം എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കറ്റാർവാഴ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് അമ്മ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ഇലയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. പിന്നെ കറ്റാർവാഴ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സസ്യങ്ങളെന്ന് പറയുന്നത് കൈതോന്നി, നവരയില, തുളസിയില, ചെറിയ ഉള്ളി, മൈലാഞ്ചി, കറിവേപ്പില, ചെമ്പരത്തിയില, പിന്നെ അതിൻ്റെ പൂവ്, പിന്നെ ഒരു ലേശം ഉലുവ കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളെന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടും മുടി വളരാനും വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ളതെന്നാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അമ്മ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നെല്ലിക്ക കൂടെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പക്ഷേ ഞങ്ങളിൽ നെല്ലിക്ക ഇല്ലായിരുന്നു. നെല്ലിക്ക ഉണ്ടെങ്കിൽ ചേർത്തേനെ. നമ്മൾ എടുത്തുകൊണ്ട് വന്ന സംഭവങ്ങളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് അമ്മ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്ന ഫ്രഷായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ ഉലുവപ്പൊടി ചേർക്കുന്നത് താരൻ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കേട്ടോ. പിന്നെ ഈ താരൻ മുടിയിൽ നന്നായിട്ടുള്ളവർക്കൊരു ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ. ഈ ഉലുവ ഉണ്ടല്ലോ, ഉലുവ 2 വലിയ സ്പൂൺ ഉലുവ ഈ 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല തിളപ്പിച്ച് ഈ 2 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് 1 ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം. എന്നിട്ട് അതൊന്ന് ആറിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് തലയൊട്ടിയിൽ നല്ല തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിടിപ്പിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ, ഒരു 20 മുതൽ അരമണിക്കൂർ വരെ തലയിൽ ഇട്ടിരുന്നതിന് ശേഷം നമ്മളൊന്ന് കഴുകി കളയുകയാണെങ്കിൽ, കുളിക്കുമ്പോൾ ഒന്ന് കഴുകിയൊന്ന് കളയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ ഒരു 2-3 ദിവസം അത് ഞങ്ങളങ്ങനെ ഉപയോഗിക്കുകയാണ് എങ്കിൽ ഒരു താരനൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ താളി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു സംഭവങ്ങളും നമ്മൾ എടുത്തിട്ടില്ല. എല്ലാം നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഉള്ള സസ്യങ്ങൾ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ മൈലാഞ്ചി ഇല, നവരയില എന്നൊക്കെ ഉള്ളത് തലയ്ക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ തലമുടിയും തല എപ്പോഴും തണുപ്പായിട്ട് തന്നെ ഇരിക്കണം. ഈ ചൂടായിട്ടിരിക്കുമ്പോഴാണ് മുടി കൊഴിയുന്നത്. കൂടുതലും വേനൽക്കാലമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. മഴക്കാലത്തും നമുക്ക് ഈ താളി ഉപയോഗിക്കാവുന്നതാണ്. ഈ നീരിറക്കമൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊന്ന് കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അങ്ങനെ മിക്സിയിൽ അരച്ചെടുത്ത സംഭവമൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീനച്ചട്ടിയിലിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അടിയിൽ പിടിക്കാൻ നോക്കണം. ചെറിയ ഉള്ളി ഇട്ടിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് അടിയിൽ പിടിക്കാണ്ട് നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കൈവിടാണ്ട് ഇളക്കി കൊടുക്കാതിരിക്കുകയൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേനും എണ്ണയൊക്കെ നന്നായിട്ട് മൂത്ത് ഇങ്ങനെ സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ കറിവേപ്പില ഉപയോഗിക്കുന്നത് മുടി വളരാനും മുടി കറുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. കറിവേപ്പില നമ്മുടെ വീട്ടിന് പുറകുവശത്ത് ഉള്ള കറിവേപ്പില തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ് ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങുന്നതിനേക്കാളും ഇവിടെ വീട്ടിലുള്ളതാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്തൊന്ന് സെറ്റായി വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അമ്മ തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ശകലം അരി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പൊട്ടി ഇങ്ങനെ വെള്ള കളറായി വെളുത്ത ഇതായിട്ട് വരും. അപ്പോൾ തീയൊക്കെ ഒന്ന് അണച്ചിട്ടുണ്ട്. അപ്പോൾ താളി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ താളി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറയും നിങ്ങളുടെ മുടി കൊഴിച്ചിലും താരൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ ഒഴിവായി കിട്ടും. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ ചെറുപ്പം മുതൽ ഉപയോഗിക്കുന്ന എണ്ണയാണ് കേട്ടോ. മായമില്ല, മന്ത്രമില്ല, ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ. സീ.